ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കുരങ്ങന്മാർ വന്നതോട് നിറച്ച് പുളിങ്ങൻ ചാടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പുളിൻ്റെ ഇലയിലാറെ ചാടിക്ക പുളിയാണ്, കാരണം നല്ല പുളിങ്ങായിക്കണം, പച്ച പുളി, നല്ല മൂത്ത പുളിയായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു കടിച്ച് തുപ്പി ഇട്ടിക്കണേ. അപ്പോൾ ഇതാക്കണ ഞാൻ മുറ്റടിച്ചവരാണ്, രാവിലെ തന്നെ മുറ്റടിച്ച് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ മുറ്റടിച്ചവരിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാക്കണേ മുൻഭാഗം അടിച്ചോര്, ഇത് സൈഡ് ഭാഗമാണ്. അപ്പോൾ ഇവിടെയും തന്നെ നമുക്കൊരു മാങ്ങമരം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇല ഇഷ്ടം പോലെ ചാടും കേട്ടോ. അപ്പോൾ അപ്പോൾ ആദ്യം മുന്നടിച്ചോരിട്ട് പിന്നെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണക്കം വരും ചെയ്യുമല്ലോ. മുൻഭാഗം പിന്നെ കുറച്ച് കോൺക്രീറ്റ് ഇട്ടതായത് കൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് ഇതാവില്ല, ഉണങ്ങിയ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ആ ഭാഗം ഇങ്ങോട്ട് അടിച്ചു വരി, ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞൊക്കെ അടിച്ചു വരി അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊന്നും അടിച്ചു വരിയിട്ടില്ല, ഇനി മഴ ഉണ്ടേനി മാത്രമല്ല പിന്നെ നേരവും കിട്ടിയിട്ടില്ല ഇനി കേട്ടോ. അടിച്ചു വരാൻ കുറച്ച് മുറ്റുള്ളൂ നമുക്ക്, ഒരുപാടൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ഒരു മടിയാട്ടോ മുറ്റടിച്ചു വരാനൊക്കെ. ചില സമയത്ത് ഞാൻ വിചാരിക്കും മഴക്കാലാണ് നല്ലത്, എന്നും മുറ്റടിച്ച് വരണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഷീറ്റ് ഇട്ടിക്കണം എന്താ വെച്ചാൽ പുല്ല് ഉണ്ടാകാതെക്കാനാണ് കേട്ടോ. പുല്ലുണ്ടാകുന്നിടത്തേക്ക് പിന്നെ ഷീറ്റ് അങ്ങനെ വലിച്ച് ഞാൻ അങ്ങനെ നീക്കിടും ഈ സീറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി ആദ്യം അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ ആ സീറ്റിൻ്റെ ഉള്ളിൽ പെട്ടതുകൊണ്ട് പുല്ലുണ്ടായില്ല. അപ്പോൾ ഇതാക്കണം കണ്ടില്ലേ. അപ്പോൾ ഞാൻ അംഗൻവാടിക്ക് എത്തിക്കണം കേട്ടോ. മോളെ അംഗൻവാടിക്ക് കൊണ്ടാക്കി പോന്നപ്പോൾ ഇതാ ഈ ചെറു കൂനുണ്ടല്ലോ, കൂന് ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ചിക്കനിലാരെയും ബീഫിൻ്റെലാരൊക്കെ അധികം ഇഷ്ടമുള്ള ഉണ്ടാവും ഈ കൂനായിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് കൂന് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനൊരു കുറി ഇൻസ്റ്റയിൽ ഇങ്ങനെ കൂനിൻ്റെ ഫോട്ടോ വീഡിയോ ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പോൾ അൻഷിഫിൻ്റെ കുഞ്ഞോളൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത്രയും കൂന് എവിടുന്ന. അതേപോലെ ചിഞ്ച് ചോദിച്ചു. എല്ലാവർക്കും അതിശയായിരുന്നു കേട്ടോ. അപ്പോൾ കൂന് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ സ്കൂൾക്ക് ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അതൊന്നും സ്കൂൾക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പോൾ സ്കൂൾക്ക് ഞാൻ ക്യാരറ്റ് കൊണ്ട് ഉപ്പേരി വെച്ചു. പിന്നെ ഞങ്ങൾക്കൊന്ന് ഉച്ചക്കൊക്കെ നെയ്ച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ വെള്ളം വറ്റി വരുന്നുള്ളൂ, കുക്കറിലല്ല, ചെറിയൊരു ചെമ്പട്ടി ഉണ്ട് അതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കറി രാവിലെ ഇത് കുറച്ച് എടുത്തേക്കണം, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഉച്ചക്കൊക്കെ എടുക്കുന്നത്. ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല സുഖം കേട്ടോ, വേഗം കൈമണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് പപ്പടം കൂടെ നമ്മൾ ചോറ്റക്ക് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ 4 മണിക്ക് ഓട്സ് ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട്സ്. പാല് വേണം, കുറച്ച് പഞ്ചസാര, ഒരു മധുരം ചെറുതായിട്ടൊരു മധുരത്തിനുള്ളൊരു പഞ്ചസാര ഇടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.